അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 6ാം ക്ലാസ് ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠം നമുക്ക് വരുന്നത് അൽ കഅബത്തു ഖിബ്ലത്തുന. കഅബ നമ്മുടെ ഖിബ്ലയാണ്. പാഠഭാഗം നമുക്ക് മനസ്സിലാക്കാം. ഈ പാഠത്തിലെ നമ്മൾ മനസ്സിലാക്കുന്നത് മുഅറബ്, മബനി. എന്താണ് മുഅറബ്? മാറ്റം സംഭവിക്കുന്നതിനാണ് മുഅറബ് എന്ന് പറയുന്നത്. പിന്നെ മബനി മാറ്റം സംഭവിക്കാത്തതാണ്. ചില ഹർഫുകൾ തുടക്കത്തിൽ വന്ന പോലെയല്ല, ചില വാക്കിന് മാറ്റം സംഭവിക്കും. അതാണ് മുഅറബ് എന്ന് മനസ്സിലാക്കാം. എന്നങ്ങനെ മാറ്റം സംഭവിക്കാതെ അതുപോലെ തന്നെ വരുന്നതിനാണ് എന്ത്? മബനി എന്ന് പറയുന്നത്. അതായത് ഹാദ എന്ന് എല്ലായിടത്തും ഒരേപോലെയാണ് വരിക. അപ്പം അത് എന്താണ്? മബനി. ചില വേർഡ്സുകൾ ഇപ്പോൾ അവിടെ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ബൈത്തുൻ എന്നത് ചില സ്ഥലത്ത് ബൈത്ത എന്നും ബൈത്തി എന്നും ബൈത്തുൻ എന്നൊക്കെ കാണാം. അപ്പം അവിടെ അവസാനത്തിൽ വരുന്ന മാറ്റം, അങ്ങനെ മാറ്റം വരുന്നതിനാണ് മുഅറബ് എന്ന് മനസ്സിലാക്കുന്നത്. കഅബ എന്നത് കഅബത്തുൻ, കഅബത്തി, കഅബത്ത എന്നൊക്കെ ആയി അവസാനത്തിൽ മാറ്റം വരുന്നു. അതിനാണ് മുഅറബ്. എന്നാൽ മാറ്റം വരാതെ നിൽക്കുന്ന ഹാദ പോലുള്ളതാണ് മബനി. അത് മനസ്സിലാക്കാം. ഇനി നമുക്ക് പാഠം ഒന്ന് മനസ്സിലാക്കാം. ഹൽ റഅയ്തും ഹാദൽ ബൈത്ത. ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാദാ ബൈത്തുല്ലാഹിൽ ഹറാം. ഇതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനം. കഅബ അല്ലേ? കഅബയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനം. യതവജ്ജഹുൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്തി ഫി സ്വലാത്തിഹിം. എന്താണ്? മുസ്ലിങ്ങൾ നിസ്കാരത്തിൽ ഈ വീട്ടിലേക്കാണ് മുന്നിടുന്നത്. ഈ വീട് കഅബയിലേക്കാണ് നമ്മൾ നിസ്കാരത്തിൽ മുന്നിടുന്നത്. നമ്മുടെ കിബില കഅബയാണല്ലേ, അവിടേക്കാണ് നമ്മൾ നിസ്കാരത്തിൽ മുന്നിടുന്നത്. ഹാദൽ ബൈത്തു ഹുവൽ കഅബത്തു ശരീഫത്തു. ഈ വീട് വിശുദ്ധ കഅബയാണ്. ഹിയ അവ്വലു ബൈത്തിൻ ഉളിയ ലിൽ ഇബാദത്തില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനായി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണിത്. അൽ കഅബത്തു ഫീ മക്കത്തൽ മുക്കറമത്തി. കഅബ സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധ മക്കയിലാണ്. യദ്ഹബുൽ മുസ്ലിമൂന ഇലാ മക്കത്ത ലിഅദാഇൽ ഹജ്ജി വൽ ഉംറത്തി. എന്താണ്? ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ മക്കയിലേക്ക് പോകുന്നു. വയതൂഫൂന ബിൽ കഅബത്തി. അവർ കഅബയെ ചുറ്റുകയും ചെയ്യുന്നു. വയസ്ഔന ബൈന സ്വഫാ വൽ മർവ. അവർ സ്വഫാ മർവക്കിടയിൽ സഈ ചെയ്യുന്നു. ബന ഇബ്രാഹിമു വബ്നുഹു ഇസ്മാഈലു അലൈഹിമസ്സലാമു കഅബത. എന്താണ്? ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ നിർമ്മിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമും കഅബ നിർമ്മിച്ചു. വഹുമാ യഖൂലാനി. അവർ എന്താണ്? ദുആ ചെയ്തു. എന്നാണ്? അവർ രണ്ടുപേരും ദുആ ചെയ്തു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് അവർ രണ്ടുപേരും പറയുന്നു. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. കഅബ നിർമ്മിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ദുആ ചെയ്തതാണ്. അപ്പം എത്രയാണ് നമുക്ക് പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ളത്? അപ്പം അതിൽ വന്ന മുഅറബും മബനിയും മനസ്സിലാക്കാനാണ്. അപ്പോൾ അവിടെ വന്നത് നമുക്ക് പാഠഭാഗത്തിൽ നിറവ്യത്യാസത്തോടു കൂടി കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പം അത് മനസ്സിലാക്കാം. ഇനി നമുക്കിതിൻ്റെ വർക്കുകൾ, ഇതിൻ്റെ കൂടെ വന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വർക്കുകൾ കൂടി ഒന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ ആദ്യം വരുന്നത് എന്താണ്? താഴെ ഒരു ബോക്സിൽ പാഠഭാഗത്തിലെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അതിന്ന് മുഅറബും മബനിയും നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിൽ നിറവ്യത്യാസത്തോട് കൂടി തന്നത് ഗ്രീന് കളറും ബ്ലൂ കളറും രണ്ട് വ്യത്യസ്ത കളറിൽ തന്നത് നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി ബാക്കി നമുക്ക് ഓരോന്ന് വായിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം വന്നത് എന്താണ്? ഹാദൽ ബൈത്തു ഹുവൽ കഅബത്തു. പിന്നെ രണ്ടാമത്തത് ഹൽ റഅയ്തു ഹാദൽ ബൈത്തു. അടുത്തതാ യതവജ്ജഹുൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്തി. അപ്പോൾ ഇത് നമ്മൾ പാഠത്തിൽ അർത്ഥം പറഞ്ഞു.
ഹാദൽ ബൈത്തു ഹുവൽ കഅബത്തു. ഈ വീടാണ് കഅബ. ഈ വീട് കഅബയാണ്. അടുത്തത് ഹൽ റഅയ്തു ഹാദൽ ബൈത്ത. അപ്പോൾ അവിടെ ബൈത്ത എന്നാണ് പറയുന്നത്. ഫസ്റ്റത്തേല് ബൈത്തു. അപ്പോൾ നിങ്ങൾ ഈ വീട് കണ്ടിട്ടുണ്ടോ എന്നാണ്. അടുത്തത് യതവജ്ജഹുൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്തി. ബൈത്തി എന്നാണ് വന്നത്. അവിടെ മുസ്ലിങ്ങൾ ഈ വീട്ടിലേക്ക് മുന്നിടുന്നു. നമ്മൾ കിബിലക്ക് മുന്നിടുന്നു അല്ലേ. അപ്പോൾ അവിടെ ഫസ്റ്റത്തേൽ വന്ന ഹാദ ബൈത്തു. അപ്പോൾ അവിടെ ഹാദ എന്നത് നമ്മൾ ബൈത്തു എന്നിടത്തും ബൈത്ത എന്നിടത്തും ബൈത്തി എന്നിടത്തും മുന്നിൽ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു മാറ്റവും ഹാദാക്ക് സംഭവിക്കുന്നില്ല. അതാണ് എന്ത്? മബനി. അതാണ് മബനി. മനസ്സിലാക്കാം. അങ്ങനെ മാറ്റം സംഭവിച്ചതാണ് മുഅറബ് അല്ലേ. അപ്പോൾ മനസ്സിലായില്ലേ? ബൈത്തു, ബൈത്ത, ബൈത്തി അങ്ങനെ മാറ്റം സംഭവിച്ചു വന്നു. അതാണ് മുഅറബ്. അടുത്ത കോളത്തിൽ അതുപോലെ തന്നെയാണ് അൽ കഅബത്തു ഫിൽ മക്ക. അൽ കഅബത്തു അവിടെ നീല കളറിൽ വന്ന് നോക്കാം. പിന്നെ ബന ഇബ്രാഹിം വ ഇസ്മായിൽ അലൈഹിസ്സലാം അൽ കഅബത്ത. അവിടെ കഅബത്ത വന്നു. യതൂഫുൽ ഹുജ്ജാജു ബിൽ കഅബത്തി. അവിടെ കഅബത്തി എന്ന്. അപ്പോൾ ഫസ്റ്റ് കഅബത്തുൻ, കഅബത്ത, ബിൽ കഅബത്തി. അങ്ങനെ കഅബക്ക് മാറ്റങ്ങൾ വരുന്നത് അല്ലേ. അത് അവിടെ മനസ്സിലാക്കി നമ്മൾ. അപ്പോൾ ഇവിടെ മാറ്റം വന്നത് മുഅറബ്. അപ്പോൾ എന്താണ് മുഅറബ്, എന്താണ് മബനി എന്നത് ഈ പാഠഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ ഓരോ വേർഡ്സാണ് ഇവിടെ നമുക്ക് കോളത്തിൽ തന്നത്. ഇനി അടുത്ത വർക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ താഴെ തന്ന ബോക്സിൽ നിന്ന് നമുക്ക് ഒന്നും കൂടി മുഅറബും മബനിയും മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിവിടെ ആദ്യം മുഅറബിൽ വരിക ഇസ്മും ഫേല് മുളാരിയുമാണ്. ഇസ്മും ഫേല് മുളാരിയുമാണ് മുഅറബിൽ വരുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഇസ്മുകൾ വരുമ്പം അത് മുഅറബാണ്. ഇസ്മുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇസ്മുകൾ പേരിനോട് കൂടി ചേർന്ന് വരാം. എന്ത് സാധനത്തിൻ്റെ പേരാണെങ്കിലും അല്ലേ. ജീവനുള്ളതാണെങ്കിലും സാധനങ്ങളാണെങ്കിലും കിതാബാണെങ്കിലും പേനയാണെങ്കിലും മേശയാണെങ്കിലും ഇനി ആളുകളുടെ പേര് പറയുകയാണെങ്കിലും ഒക്കെ അത് ഇസ്മാണ്. അപ്പോൾ അത് മുഅറബാണ് വരിക. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് മുഅറബാണ് വരിക. പിന്നെ അതുപോലെ തന്നെ ഫേല് മുളാരി. ഫേല് മുളാരി ആണെങ്കിലും എന്താണ്? പഠിച്ചു, വായിച്ചു എന്നൊക്കെയുള്ള, എഴുതി എന്നൊക്കെയുള്ള ഫേല് മുളാരിയ വരികയാണെങ്കിലും അതെന്താണ്? മുഅറബാണ്. അപ്പോൾ ഇസ്മുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, പേരുകൾ അല്ലേ. അപ്പോൾ ഈ മുളാരിയ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് 4 അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുക. ആ 4 അക്ഷരങ്ങൾക്ക് നമുക്ക് അത്തൈന, ഹംസയായിരിക്കും, അല്ലെങ്കിൽ ത ആയിരിക്കും, അല്ലെങ്കിൽ യാ ആയിരിക്കും, അല്ലെങ്കിൽ നൂനായിരിക്കും. അങ്ങനെ ഉള്ള വേർഡ്സ് കൊണ്ടായിരിക്കും തുടങ്ങുക. ത, നൂന്, യാ, ഹംസ. ഈ 4 അക്ഷരങ്ങൾ അത്തൈന എന്നുള്ള പദം പഠിച്ചു വെച്ചിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ് എന്ത്? മുളാരിയ വരിക. നമുക്ക് പാഠത്തിൽ വന്ന ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. അവിടെ കിതാബുൻ ബുക്ക്, തോലിബുൻ വിദ്യാർത്ഥി, ബക്കറത്തുൻ പശു, ഷജറത്തുൻ മരം അല്ലേ. അപ്പോൾ അതൊക്കെ എന്താ? ഇസ്മാണ് അല്ലേ. ബുക്കും കുട്ടിയും പിന്നെ പശുവും മരം ഇതൊക്കെ ഇസ്മുകളാണ്, നമുക്കറിയാം. ഒരു ഇതിൻ്റെ പേരുകളാണ് അല്ലേ. ഇനി എദ്ഹബു, നെക്തുബു, നെജിലിസു, അക്റവു നമ്മൾ പറഞ്ഞ അത്തൈന എന്നുള്ള 4 അക്ഷരം വെച്ചിട്ട് യാ കൊണ്ട് എദ്ഹബു, തക്തുബു താ കൊണ്ട്, നെജിലിസു നൂന് കൊണ്ട്, അക്റവു ഹംസയാണ് ആ എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതാണ് ഫേല് മുളാരി എന്നത്. പ്രവൃത്തികളാണ് അല്ലേ. എദ്ഹബു പോകും, തക്തുബു എഴുതുന്നു, നെജിലിസു ഇരിക്കുന്നു, ഇക്റവു വായിക്കുന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കാം നമുക്ക് അല്ലേ. ഇനി അടുത്തത് നോക്കൂ, നമുക്ക് മബനി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം.
ഹുവ, ഹിയ, അന്ത, നഹ്നു ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു സെൻറ്റൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് മബനിയാണെന്ന് മനസ്സിലാക്കാം അല്ലേ. പിന്നെ മൻ, ഹൽ, കൈഫ, ഐന എന്നൊക്കെയുള്ള ചോദ്യ അടയാളങ്ങളുണ്ടല്ലോ, ആര്, എന്ത് എന്നൊക്കെയുള്ള അങ്ങനെ വരുന്നതും മബനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പഠിച്ചിട്ടുണ്ട് ഇത്, അത് എന്നൊക്കെ പറയാൻ, ഹാദ, ഹാദിഹി, ദാലിക, തിൽക്ക എന്നൊക്കെ. അതിന് അസ്മാഉൽ ഇഷാറ എന്നാണ് പറയുക. അതും എന്താണ്, മബനിയാണ്. അങ്ങനെയൊക്കെ വരുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അത് മബനിയാണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ പഠിച്ച ഫേല്, മാലി, ഫേല്, അമ്ര്, ഫയല, ഫയലു, ഫയല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വഹുമാഹും എന്നൊക്കെയുള്ള അതാണ് ഫേല്, മാലി, ഫേല്, അമ്ര്. അപ്പോൾ അങ്ങനെ വരുന്നതും നമുക്കെന്താണ് മനസ്സിലാക്കാം. ചേർന്ന് വരുന്നതാണെങ്കിൽ അത് മബനിയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മോറബ് മനസ്സിലാക്കിയില്ലേ. അതുപോലെ തന്നെ മബനിയിൽ എന്തൊക്കെയാണ് വരാന്നുള്ളതും മനസ്സിലാക്കി. അപ്പം അതിലെ ഒന്ന് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഫി, മിൻ, ല, ഇന്ന എന്നതൊക്കെ ഹർഫാണ്. ഹർഫുകൾ കൊണ്ട് ഉള്ള വേർഡ്സ് അല്ലേ. അപ്പോൾ അതും മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ ഒമായിറുകളും പിന്നെ അദവാത്തുൽ ഇസ്തിഫ്ഹാം ചോദ്യചിഹ്നങ്ങൾ അല്ലേ. പിന്നെ അത്, ഇത് എന്നൊക്കെ പറയുന്ന അസ്മാഉൽ ഇഷാറ, പിന്നെ ഹർഫുകൾ ഫേല്, മാലി, ഫേല്, അമ്ര് ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ, താഴെ ക്ലാസ്സിലൊക്കെ. അപ്പം അതുകൊണ്ട് അതൊക്കെ ചേർന്ന് വരുന്നതാണ് മബനി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഇനിയാ നമുക്ക് അടുത്ത പ്രവർത്തനം വരുന്നത് നോക്കൂ. നമുക്കിവിടെ ഒരു ഉദാഹരണം മുകളിൽ തന്നിട്ടുണ്ട്, ദാലിക മസ്ജിദ്. അതുപോലെ താഴെയുള്ള തിൽക്ക മക്തബത്തുൻ എന്നത് നമുക്ക് അവിടെ പൂർത്തിയാക്കി കൊടുക്കാം വിട്ട ഭാഗത്ത്. അപ്പോൾ ഇവിടെ ദാലിക മസ്ജിദുൻ അതൊരു പള്ളിയാണ്. ദാലിക മസ്ജിദുൻ അതൊരു പള്ളിയാണ്. അടുത്തത് നോക്കൂ, ഉഹിബ്ബു ദാലിക്കൽ മസ്ജിദ ആ പള്ളി ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ പള്ളി ഞാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തതാ സല്ലൈതു ഫീ ദാലിക്കൽ മസ്ജിദി ഞാൻ ആ പള്ളിയിൽ നിസ്കരിച്ചു. ഞാൻ ആ പള്ളിയിൽ നിസ്കരിച്ചു. അപ്പം അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ദാലിക എന്നത് മബനിയും മസ്ജിദുൻ എന്നത് മോറബുമാണ്. ദാലിക എന്നത് മബനി അല്ലേ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ വേർഡ്സ് കിട്ടിയാലും നമുക്കതുപോലെ മനസ്സിലാക്കാൻ കഴിയണം അല്ലേ. ദാലിക അത് എന്നുള്ളത് മബനിയാണ്. മസ്ജിദുൻ പള്ളി പേരാണ് അല്ലേ, ഇസ്മാണ്. അപ്പം അത് മോറബാണ്. അടുത്തതാ, അപ്പോൾ ഇവിടെ ദാലിക എന്നത് 3 കോളത്തിലും നമുക്ക് വന്നു. അവിടെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ മസ്ജിദുൻ, മസ്ജിദ, മസ്ജിദി എന്ന് അവിടെ അവസാനത്തിൽ വന്ന മാറ്റങ്ങൾ അത് മോറബാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പം അതുപോലെ നമ്മൾ താഴെയുള്ള തിൽക്ക മക്തബത്തുൻ എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് മക്തബത്തുൻ ലൈബ്രറി. അപ്പോൾ തിൽക്ക അത് ലൈബ്രറിയാണ്. അപ്പോൾ അവിടെ തിൽക്ക എന്നത് മബനിയും മക്തബത്തുൻ എന്നത് മോറബു ആണ്. ഉഹിബ്ബു തിൽക്കൽ മക്തബത്ത ആ ലൈബ്രറിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അവിടെ വിട്ട ഭാഗത്ത് എന്ത് എഴുതി കൊടുക്കണം, തിൽക്ക എന്ന് നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ. തിൽക്കയും മക്തബത്തുമാണ് നമുക്കവിടെ ചേർക്കേണ്ടത്. അടുത്തതാ ലഹബ്തു ഇല തിൽക്ക മക്തബത്തി. ഫസ്റ്റ് മക്തബത്തുൻ, മക്തബത്ത, മക്തബത്തി എന്ന് അവിടെ മാറ്റങ്ങൾ വരുന്നു. ലഹബത്തു ഇല തിൽക്കൽ മക്തബത്തി ഞാൻ ആ ലൈബ്രറിയിലേക്ക് പോയി. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മോറബും മബനിയും മനസ്സിലാക്കണം. തിൽക്ക, ദാലിക, പിന്നെ ഇല ഇതൊക്കെ എന്താണ് മബനിയാണ്
പിന്നെ റഹബത്തു, മക്തബത്ത, മക്തബത്തി, മക്തബത്തുൻ, ഇതൊക്കെ മുഅറബുകളുമാണ്. അടുത്തതിന് അറബിയിലേക്ക് മാറ്റാനാണ്. കഅബ എവിടെയാണ്? കഅബ എവിടെയാണ്? അപ്പം ചോദ്യ ചിഹ്നമാണ് അല്ലേ? ഐന, ഐന കഅബത്തു, കഅബ എവിടെയാണ്? ഐനൽ കഅബത്തു, കഅബ എവിടെയാണ്? ഐനൽ കഅബത്തു, കഅബ എവിടെയാണ്? അടുത്തതാ, ഇത് എൻ്റെ മദ്രസയാണ്. ഇത് എൻ്റെ മദ്രസയാണ്. അപ്പോൾ ഇത് എന്നതിന് ഹാദ, ഹാദിഹി അല്ലേ? അപ്പോൾ ഇവിടെ മദ്രസത്ത് സ്ത്രീലിംഗാണ്. അപ്പോൾ നമുക്കിവിടെ ഹാദിഹി എൻ്റെ എന്നുണ്ട്. അപ്പം എന്താണ്? മദ്രസത്തി, ഇത് എൻ്റെ മദ്രസയാണ്. ഹാദിഹി മദ്രസത്തി, യാ ചേർക്കല്ലേ? എൻ്റെ എന്നുള്ളതിന് കലമി എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹാദിഹി മദ്രസത്തി, ഇത് എൻ്റെ മദ്രസയാണ്. ഇനി അടുത്തത് വരുന്നത് ജംഉം മുഫ്രദും, ഏകവചനവും ബഹുവചനവും. ബൈത്തുൻ, ബൈത്തുൻ തന്നെ ഒന്ന്, അത് വീട് അല്ലേ? വീട്, ഒരു വീട്. ബുയൂത്തുൻ, അതിൻ്റെ ബഹുവചനം എന്താണ്? വീടുകൾ. ബൈത്തുൻ, ബുയൂത്തുൻ. എക്സാമിനൊക്കെ എഴുതാൻ വരട്ടത്. അപ്പം ഏകവചനം മുഫ്രദ്, ബഹുവചനം ജംഅ്, കൂടുതലുള്ളതിന് കേട്ടോ. അടുത്തത് സ്വലാത്തുൻ, സ്വലാത്തുൻ നിസ്കാരം. സ്വലാത്തുൻ നിസ്കാരം മുഫ്രദ്. ജംഅ് സ്വലവാത്തുൻ, നിസ്കാരങ്ങൾ. നിസ്കാരങ്ങൾ മനസ്സിലാക്കാട്ടോ. അടുത്ത വർക്ക് നമുക്ക് വരുന്നത് താഴെ ഖുർആൻ എന്നുള്ളൊരു ആയത്ത് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ്? മബ്നിയായിട്ടുള്ള പദങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാനാണ്, അടിവര ഇടാനാണ്. അപ്പോൾ അവിടെ ആദ്യം വന്നത് ഇന്ന ഹാദിഹി തദ്കിറത്തുൻ. അപ്പോൾ ഇവിടെ ഇന്ന എന്നതും ഹാദിഹി എന്നതുമാണ് മബ്നി വരുന്നത്. അതിന് അണ്ടർലൈൻ ചെയ്യാം. തദ്കിറത്തുൻ എന്നത് നമുക്കവിടെ എന്താണ്? മുഅറബാണ്. അത് തദ്കിറത്ത, തദ്കിറത്തി എന്നൊക്കെ ആയിട്ട് നമുക്ക് മാറ്റം സംഭവിക്കും. അത് ഇസ്മാണ്. ഇനി അടുത്തതാ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, അതിലേതൊക്കെയാണ് മബനി വരുന്നത്? ദാലിക്ക മബനിയാണ്. കിതാബ് എന്താണ്? ഇസ്മാണ്. അപ്പോൾ മബനി അല്ലല്ലേ? കിതാബു എന്നത് നമുക്കവിടെ കിതാബ, കിതാബി എന്നൊക്കെ മാറി വരും. അപ്പം അത് മുഅറബാണ്. പിന്നെ ലാ എന്നത് മബനി. പിന്നെ റൈബ എന്നത് മുഅറബാണ്. അത് റൈബ, റൈബു, റൈബി എന്നൊക്കെ മാറി വരുന്നതാണ്. പിന്നെ ഫീഹി മബനി. അപ്പം അത് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ആ ബോക്സ് നന്നായിട്ട് ഏതൊക്കെ വരുമ്പോഴാണ് മബനി വരുന്നത്, ഏതൊക്കെ വരുമ്പോഴാണ് മുഅറബ് വരുന്നത് എന്ന് നന്നായിട്ട് ഓർത്ത് വെക്കണം. എന്നിട്ട് ഓരോ വേർഡ്സ് എടുത്തിട്ട് ഇങ്ങനെ നോക്കി മനസ്സിലാക്കാം ഏതൊക്കെയാണ് അതിൽ വരുന്നത് എന്നത്. ഇനി നമുക്ക് ഇതിൽ അവസാനത്തിൽ അർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? തവജ്ജഹു, യതവജ്ജഹു, മുന്നിട്ടു. തവജ്ജഹു, യതവജ്ജഹു എന്നാൽ മുന്നിട്ടു. നമ്മൾ പാഠത്തിൽ പറഞ്ഞൊരു വേർഡ്സിന്റെ മീനിങ് ആണ്. അടുത്തതാ വുളിയ, സ്ഥാപിക്കപ്പെട്ടു. വുളിയ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ പാഠത്തില് അൽ മഅറബു അൽ മബ്നി ആണ് മനസ്സിലാക്കിയത് എന്നാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി വീഡിയോ ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.